ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പാഠഭാഗം എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ് എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിക്ക് മറ്റു സോഷ്യൽ സയൻസുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ ആദ്യമായിട്ട് ഈ പാഠഭാഗത്തിൽ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ, സോഷ്യോളജി എന്നുള്ളത് ഒരു നൽകപ്പെട്ട സൊസൈറ്റിയിലെ വ്യക്തിത്വങ്ങളും അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ അവരുടെ ഇൻട്രാക്ഷൻസും ഡീൽ ചെയ്യുന്ന രൂപത്തെയാണ് നമ്മൾ ഇവിടെ സോഷ്യോളജി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, പ്രധാനമായിട്ടും ഈ സോഷ്യോളജി എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നത് സൊസൈറ്റിയിലുള്ള വ്യക്തികളുടെ സോഷ്യൽ ലൈഫിനെയാണ് വളരെ പ്രധാനമായിട്ടും ഈ ഒരു സോഷ്യോളജി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിന് നേരെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള തിയറി നമ്മുടെ റൈറ്റ് എന്തുണ്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് ദ കപ്പാസിറ്റി ടു കോംപ്രഹെൻഡ് ദി കണക്ഷൻ ബിറ്റ്വീൻ എ പേഴ്സൺസ് എക്സ്പീരിയൻസ് ആൻഡ് ദി ഗ്രേറ്റർ സൊസൈറ്റി. സൊസൈറ്റിയിലെ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസിനും അതുപോലെ തന്നെ ആ സൊസൈറ്റിയുമായിട്ടുള്ള ആ വ്യക്തിയുടെ കണക്ഷനെ ആണ് ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം നൽകുന്ന ഈ ഒരു ഡെഫിനിഷൻ എന്നുള്ളത് സോഷ്യോളജിയെയും അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസിനും അതുപോലെ തന്നെ പേഴ്സണൽ പ്രോബ്ലംസും തമ്മിലുള്ള വ്യത്യാസം ഇത് തീർച്ചയായിട്ടും നമുക്ക് വേർതിരിച്ചറിയാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ എക്സ്പീരിയൻസിന് പുറമെ സൊസൈറ്റിയിലുള്ള മറ്റു വ്യക്തികളുമായിട്ടുള്ള അവരുമായിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ഒരു സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൽ വരുന്ന ഒരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷന് കീഴിലിരുന്നൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും അൺഎംപ്ലോയ്മെൻറ്റ് പോലത്തെ പ്രശ്നങ്ങൾ നമുക്കിതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് നൽകാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിക്ക് മറ്റു സോഷ്യൽ സയൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയും അതുപോലെ ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഹിസ്റ്ററി ഈസ് പാസ്റ്റ് സോഷ്യോളജി ആൻഡ് സോഷ്യോളജി ഈസ് പ്രസൻറ്റ് ഹിസ്റ്ററി. നമ്മുടെ G.H. ഹൊവാർഡിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി അതുപോലെ തന്നെ സോഷ്യോളജിയെ പരിചയപ്പെടുന്ന അതിൻ്റെ ഒരു ടേമാണിത്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതൊരു പാസ്റ്റ് സോഷ്യോളജിയാണ്, അതുപോലെ തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് പ്രസൻറ്റ് ഹിസ്റ്ററിയുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യോളജി എന്ന് പറയുമ്പോൾ സോഷ്യോളജി നമ്മുടെ മോഡേൺ സൊസൈറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സോഷ്യോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആ സമയത്ത് ഹിസ്റ്ററി നമ്മളെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സോഷ്യോളജിയും ഹിസ്റ്ററിയും നമ്മൾ വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സോഷ്യോളജി എന്ന് പറയുമ്പോൾ അതൊരു സയൻസാണ്. സൊസൈറ്റിയുടെ കണ്ടംപററി ആയിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ, പ്രസൻറ്റിലെ അവസ്ഥകൾ മനസ്സിലാക്കാൻ നമുക്ക് സോഷ്യോളജി സഹായിക്കുന്നു. മാത്രമല്ല, തീർച്ചയായിട്ടും ഈ സോഷ്യോളജിയുടെ മാറ്റർ എന്നുള്ളത് അത് മോഡേൺ ആൻഡ് ന്യൂ ആണ്. അതുപോലെ തന്നെ അത് സൊസൈറ്റിയുടെ കോമൺ ലോവിനെ കണ്ടെത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് നമുക്കിങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നേരെ അപ്പുറത്ത് ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പോൾ, ഹിസ്റ്ററി ഈസ് സയൻസ് വിച്ച് എക്സാമിൻസ് ദി പാസ്റ്റ് ഇവൻറ്റ്സ് ആൻഡ് സൊസൈറ്റി. സൊസൈറ്റിയുടെ കഴിഞ്ഞു പോയ ഇവൻറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് ഹിസ്റ്ററി മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഹിസ്റ്ററി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അതിന് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് താഴോട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന സബ് ഹെഡിങ് എന്നുള്ളത് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതേസമയം സോഷ്യോളജിയും സൈക്കോളജി എന്ന് പറയുമ്പോൾ, സോഷ്യോളജി സ്റ്റഡീസ് ദി overt behavior of individuals with society, whereas psychology studies the covert human behavior with itself. സോഷ്യോളജി എന്ന് പറയുമ്പോൾ അത് സൊസൈറ്റിയിലുള്ള വ്യക്തികളുടെ സ്വഭാവ ഗുണങ്ങൾ പിടിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സംസ്കാരം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയാണ്, ഇതാണ് നമ്മൾ ഒരു സൈക്കോളജിയിൽ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക.
അതേസമയം സൈക്കോളജി ഈസ് എ സയൻസ് ദാറ്റ് സ്റ്റഡീസ് സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കലാണ്, സോഷ്യൽ ഇവൻസിനെ കുറിച്ച് മനസ്സിലാക്കലാണ്, സോഷ്യൽ ഗ്രൂപ്പിംഗ്സിനെ കുറിച്ച് മനസ്സിലാക്കലാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് മനസ്സിലാക്കലാണ്, ഹ്യൂമൻ കളക്റ്റീവ് ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. അതേസമയം സോഷ്യൽ ഇവൻറ്റ്സ്, അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പിംഗ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് സോഷ്യോളജിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം സൈക്കോളജി എന്ന് പറയുമ്പോൾ സൈക്കോളജി സ്റ്റഡീസ് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്സ്, വ്യൂ പോയിൻറ്റ്സ്, ലേണിംഗ് ആൻഡ് അതർ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻസ്. മനുഷ്യൻ്റെ മാനസികമായിട്ട് മറ്റ് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാൻ നമുക്ക് സൈക്കോളജി സഹായകമായി വരുന്നു. ഇനി ഇവ രണ്ടും നമ്മൾ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ്, സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കലാണ്. ഇറ്റ് ഇസ് എ ജനറൽ സയൻസ് ഇൻ നാച്ചുറൽ ജനറൽ സയൻസ് ആണ് സോഷ്യോളജി എന്ന് പറയുമ്പോൾ. മാത്രമല്ല സോഷ്യൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സ്റ്റഡീഡ് വിത്ത് ദർ സോഷ്യൽ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും സോഷ്യൽ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് പരസ്പരം അത് തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഹ്യൂമൻ ബിഹേവിയറിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് സോഷ്യൽ പ്രോസസ്സിലാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ് ഇതിൻ്റെ ഭാഗം. ഇത് മനസ്സിലാക്കാൻ സിമ്പിളാണ്. അതുപോലെ തന്നെ സൈക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ദി മൈൻഡാണ്. ഇറ്റ് ഇസ് എ പെർട്ടിക്കുലർ സയൻസ് ഇൻ നാച്ചുറൽ, പ്രത്യേകമായിട്ടുള്ളൊരു സയൻസാണ്, ഒരു ശാസ്ത്രമാണ് ഈ സൈക്കോളജി എന്നുള്ളത്. പിന്നെ ഹ്യൂമൻ ബിഹേവിയർ ഇസ് അനലൈസ് ഫ്രം സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെൻ്റൽ പ്രോസസ്സിലാണ് തീർച്ചയായിട്ടും ഇത് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രവും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എക്കണോമിക്സ് എക്സാമിൻസ് ദി എക്കണോമിക് പ്രോസസ് ഓഫ് ഹ്യൂമൻസ്. മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കലാണ്. വാണിജ്യപരമായിട്ടുള്ള അവൻ്റെ പ്രൊഡക്ഷൻ പോലെ, അതുപോലെ തന്നെ നമ്മൾ എക്കണോമിക് പരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം എക്കണോമിക് പ്രോസസ് ടു ഹാപ്പൻ സ്യൂട്ടബിൾ സോഷ്യൽ എൻവയോൺമെന്റ് ഇസ് നീഡഡ് ടു സ്റ്റഡി ദി ഗ്ലോബലൈസ്ഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ്. ദി സ്റ്റഡി ഓഫ് എക്കണോമിക്സ് പ്ലേഡ് എൻ ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയലൈസേഷൻ പോലെ, ഗ്ലോബലൈസേഷൻ പോലത്തെ മറ്റ് പ്രോസസ്സുകൾ പഠിക്കാൻ ഈ ഒരു എക്കണോമിക്സ് അനിവാര്യ ഘടകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലത്തെ സോഷ്യോളജി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തെക്കുറിച്ച്, ഒരു സോഷ്യൽ ലൈഫിനെ കുറിച്ച്, സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ച്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുകയാണ് അതേസമയം സോഷ്യോളജി എന്നുള്ളത്. ഇനി സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ സോഷ്യോളജി സയൻസ് ഓഫ് സൊസൈറ്റി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പാണ്. മാത്രമല്ല യങ് സയൻസ് എന്നറിയപ്പെടുന്ന സോഷ്യോളജി. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് സയൻസ് ആണ്, ജനറൽ സയൻസ് ആണ്. അതിൻ്റെ സ്കോപ്പ് എന്നുള്ളത് വളരെ വിശാലമായ സ്കോപ്പാണ് സോഷ്യോളജിക്കുള്ളത്. അതേസമയം എക്കണോമിക്സ് എന്നുള്ള ഓൾഡർ സയൻസ് ആണ്. അതിൻ്റെ സ്കോപ്പ് എന്നുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതപ്പെട്ടുള്ള സ്കോപ്പാണ് ഇതിനുള്ളത്. മാത്രമല്ല ഈ എക്കണോമിക്സ് എന്നുള്ളത് സ്പെഷ്യൽ സയൻസ് ആണ്. അതിൽ ഒരു യൂണിറ്റായി വരും. തീർച്ചയായിട്ടും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എക്കണോമിക്സ് പോലെ തന്നെ സോഷ്യോളജി തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഭാഗങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കുമ്പോൾ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി കൺട്രിബ്യൂട്ട് ടു ഈച്ച് അതേഴ്സ് as sciences. Society is studied by sociology. നമ്മൾ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക സോഷ്യോളജി മുഖേന. അതേസമയം മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കുക നമ്മൾ ആന്ത്രോപോളജിയുടെ മനുഷ്യന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും. അതേസമയം നമ്മൾ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള ഡെഫിനിഷൻ, തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ സയൻസ് ഓഫ് സൊസൈറ്റിയാണ്, സൊസൈറ്റിയുടെ സയൻസാണ് സോഷ്യോളജി എന്നുള്ളത്. വൈഡ് സ്കോപ്പാണ് തീർച്ചയായിട്ടും. സോഷ്യോളജിയുടെ സ്കോപ്പ് എന്നുള്ള വിശാലമാണ്. സ്റ്റഡി സൊസൈറ്റി ആസ് എ ഹോൾ, സൊസൈറ്റിയെ മുഴുവനായിട്ട് നമ്മൾ എടുത്തിട്ട് പഠിക്കലാണ് ഈ ഒരു സോഷ്യോളജി നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല സ്റ്റഡി ഓഫ് കൾച്ചറാണ്, സ്റ്റഡി ആർ ഓൺ കൾച്ചേഴ്സ് ആൻഡ് സിവിലൈസേഷൻസ് ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് ഡൈനാമിക്. വളരെ വിശാലമായിട്ടുള്ള, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഈ ഒരു സൊസൈറ്റി ഉൾപ്പെടെയുള്ള ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പഠിക്കലാണ് നമ്മൾ സോഷ്യോളജി ഉദ്ദേശിക്കുന്നത്. അതേസമയം ആന്ത്രോപോളജി എന്നുള്ളത് സയൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ദെയർ ബിഹേവിയർ, മനുഷ്യൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കലാണ് ആന്ത്രോപോളജി എന്നുള്ളത്. അതേസമയം ആന്ത്രോപോളജി എന്നുള്ളത് പാർട്ട് ഓഫ് സോഷ്യോളജിയാണ്, സോഷ്യോളജിയുടെ ഒരു ഭാഗമാണ്. സ്റ്റഡീസ് മാൻ ആസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് മനുഷ്യനെ കണക്കാക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. മാത്രമേ ആന്ത്രോപോളജി എന്നുള്ളത് ഈസ് ആൾസോ ഫോക്കസ് ഓൺ പാസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ആന്ത്രോപോളജി നമ്മൾ പഠിക്കപ്പെടുക. ഓക്കെ, ഇനി നേരെ അടുത്ത സബ് ഹെഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. തീർച്ചയായിട്ടും സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതേസമയം അത് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്. സോഷ്യോളജി സ്റ്റഡി ദി ഡിഫറെന്റ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് ഹ്യൂമൻസ് ആസ് കമ്പയർഡ്.
തീർച്ചയായിട്ടും സോഷ്യോളജിസ്റ്റിന് ധാരാളം പഠനങ്ങൾ ഈ ഒരു വിഷയത്തിൽ സോഷ്യോളജി പോലെ തന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ സയൻസുമായിട്ടുള്ള പഠനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അതേസമയം നമ്മൾ ഈ ഒരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ഓൺ സ്റ്റഡിങ് പവറിനെ കുറിച്ച് പഠിക്കലാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. മാത്രമല്ല പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കലാണ്, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കലാണ്, ഗവൺമെൻറ് റിലേഷൻസിനെ കുറിച്ച് പഠിക്കലാണ് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. അതേസമയം സോഷ്യോളജി എന്നുള്ളത് അത് സൊസൈറ്റിയെ കുറിച്ച്, സോഷ്യോളജി എക്സാമീൻസ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമീൻസ് ദി പൊളിറ്റിക്കൽ ആൻഡ് ഹ്യൂമൻ. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് അത് മാനുഷികമായിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എടുത്തു കാട്ടുന്നത്. അതേസമയം സോഷ്യോളജി എന്നുള്ളത് അത് സൊസൈറ്റി എക്സാമിൻ ചെയ്യലാണ് സോഷ്യോളജി എന്നുള്ളത്. തീർച്ചയായിട്ടും ഇനി അടുത്തൊരു സബ് ഹെഡിങ് നമ്മൾ പോവുകയാണെങ്കിൽ സോഷ്യോളജി ആൻഡ് ബയോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പരസ്പരം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്പരം ഇന്റർലിങ്ക്ഡാണ്. ബയോളജി ഈസ് കൺസേൺഡ് വിത്ത് ഹൗ ഹ്യൂമൻസ് ഡെവലപ്ഡ് ബയോളജിക്കലി ആയിട്ട് മനുഷ്യന്മാർ എങ്ങനെയാണ് ഡെവലപ്പായി വന്നത്. ഈ ഒരു വിഷയമാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ബയോളജിക്കൽ കൺസെപ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. ആസ് ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻസ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഹെറിഡിറ്റി ഓഫ് ജീൻസ്. ഒരു മനുഷ്യൻ്റെ ജനിതകത്തെക്കുറിച്ച്, ഒരു മനുഷ്യൻ്റെ ഹെറിഡിറ്റിയെക്കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും, ഇതാണ് ബയോളജി മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം സോഷ്യോളജി എന്നുള്ളത് തിയറി ഓഫ് എവല്യൂഷൻ ഓഫ് സൊസൈറ്റി വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ഹെർബർട്ട് സ്പെൻസറിൻ്റെ ഒരു തിയറി ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഹെർബർട്ട് സ്പെൻസറിൻ്റെ ഒരു തിയറി പറയുന്നുണ്ട്. ഈ തിയറി ഓഫ് എവല്യൂഷൻ വരുന്നത് എവല്യൂഷൻ പ്രിൻസിപ്പൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ഒരു ഹെർബർട്ട് സ്പെൻസറിൻ്റെ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യോളജി ആൻഡ് ജോഗ്രഫിയാണ്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് സോഷ്യോളജിയെ കുറിച്ച് വളരെ വിശാലമായിട്ടുള്ള പഠനം ഇവിടെ കഴിഞ്ഞു. ഇനി ജോഗ്രഫിയെ കുറിച്ച് പറയുമ്പോൾ ജോഗ്രഫി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പഠനത്തെക്കുറിച്ച് നമ്മൾ ജോഗ്രഫി എന്ന് പറയാറ്. സോഷ്യോളജിയും ജോഗ്രഫിയും തീർച്ചയായിട്ടും ഇന്റർലിങ്ക്ഡ് ആണ്. അതേസമയം മാക്ലവർ പറയുന്നത് സ്റ്റേറ്റ് ദാറ്റ് ദി ജോഗ്രഫിക്കൽ സറൗണ്ടിങ്സ് ആർ പ്രൊവൈഡഡ് ബൈ നാച്ചർ. The earth's surface, which includes land, water, mountain, plains, minerals, plants, animals, influence the human society. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സാമൂഹികമായ ചുറ്റുപാടുകളെ ഒരു ഹ്യൂമൻ സൊസൈറ്റി ഇതൊക്കെ ബാധിക്കുന്നതാണ്. ഇതിനൊക്കെ എഫക്റ്റ് വരുന്നതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ ജോഗ്രഫിയും സോഷ്യോളജിയും പരസ്പരം ഇന്റർലിങ്ക്ഡ് ആണ്. അടുത്തതായിട്ട് നമ്മൾ സോഷ്യോളജി ആൻഡ് എത്തിക്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എത്തിക്സ് എന്ന് പറയുമ്പോൾ സോഷ്യോളജി ആൻഡ് എത്തിക്സ് ഹാവ് എ ക്ലോസ് റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും പരസ്പരം നല്ല ബന്ധമുള്ളതാണ്. ദി സ്റ്റഡി ഓഫ് മോറൽ പ്രിൻസിപ്പിൾ ഈസ് ദ സബ്ജക്ട് ഓഫ് എത്തിക്സ്. എത്തിക്സിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് അത് സ്റ്റഡി ഓഫ് മോറൽ പ്രിൻസിപ്പിൾ, ധാർമ്മികമായിട്ടുള്ള പ്രിൻസിപ്പിളുകളെ കുറിച്ച് പഠിക്കാനാണ് എത്തിക്സ് എന്നുള്ളത്. അതേസമയം ദി സൊസൈറ്റി ഇമ്പാക്ട് ദി മെന്റൽ ആൻഡ് മോറൽ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ദി സൊസൈറ്റി. ഹാൻസ് ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ ലൈഫ് വിത്തിൻ എ സൊസൈറ്റി ഗ്രൂപ്പ്, സൊസൈറ്റി, പ്രിമിറ്റീവ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തികൾ എങ്ങനെ അവരുടെ ജീവിതം കൊണ്ടുപോകുന്നു, ആ ഒരു സാഹചര്യത്തിൽ ഈ മോറൽ ലൈഫിന് വളരെ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് സോഷ്യോളജി ആൻഡ് ലോ. ഈ ഒരു സബ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദി sociologists as law controls and regulates the behavior of humans in the society. സൊസൈറ്റിയിലുള്ള ഹ്യൂമൻസിൻ്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ വളരെ പ്രധാനമായ റോള് ഈ ലോക്കുണ്ട്. തീർച്ചയായിട്ടും ലോ എന്നുള്ളത് നിയമം നൽകപ്പെടുമ്പോഴാണ് മനുഷ്യന് അവൻ്റെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധം മനുഷ്യന് ഉണ്ടാവുകയുള്ളൂ. A lawyer deals with the rules and regulations of humans need to follow. തീർച്ചയായിട്ടും മനുഷ്യനെ അവൻ്റെ ജീവിതം എങ്ങനെ തുടർത്തി കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കണമെങ്കിൽ ലോ ഉണ്ടായേ തീരൂ. അതേസമയം അക്കോർഡിംഗ് ടു ടാൽക്കോട്ട് പേഴ്സൺസിൻ്റെ ലോ എന്തെന്ന് പറയുന്നത് വെച്ചാൽ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിൻ്റെ വലിയൊരു ഭാഗമാണ് നമ്മുടെ ടാൽക്കോട്ട് പേഴ്സൻ്റെ ഈ ലോ എന്നുള്ളത്. അപ്പോൾ ആ ഭാഗം ഒന്ന് നോക്കണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം.